നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് പാറ ഖനനം തുടങ്ങിയിട്ട് ഒരു മാസമായി. ചടയമംഗലം മേടയിൽ ഭാഗത്താണ് ഈ പാറ ഖനനം നടക്കുന്നത്. നിരവധി വീടുകളും കടകളും പാറ പൊട്ടിക്കുന്നതിന് തൊട്ട് സമീപത്തായി തന്നെ ഇവിടെയുണ്ട്. അധികാരികൾ ഇതൊന്നും കാണുന്നതേയില്ല. നിയമപരമായ എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ട് ലൈസൻസ് നേടിയിട്ടാണ് പാറ ഖനനം ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. എന്നാൽ വയനാട് പോലെയുള്ള ദുരന്തമുഖങ്ങളിൽ പാറ ഖനനം ദുരന്തമുണ്ടാകുവാൻ കാരണമായി എന്ന് മന്ത്രിമാർ ഉൾപ്പെടെ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ പ്രദേശത്ത് ജനങ്ങൾക്ക് ഭീതിയുണ്ടാക്കുന്ന തരത്തിലുള്ള പാറ ഖനനം പുരോഗമിക്കുകയാണ്. നാടിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന പാറ ഖനനങ്ങൾക്കെതിരെ സമൂഹമാകെ സമര പ്രഖ്യാപനങ്ങളും ശക്തമായ സമരമുഖങ്ങളുമായി അധികാരികൾക്ക് മുന്നിൽ നിവേദനങ്ങളും പരാതികളുമായി നെട്ടോട്ടമോടുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ നിയമപരമായ സംവിധാനങ്ങളോടുകൂടി ഒരു പാറ ഖനനം ചടയമംഗലത്ത് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ജടായുപ്പാറയുടെ അടിവാരത്ത് നടക്കുന്ന ഈ പാറ ഖനനം ആ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും എന്ന ഭയവും നാട്ടുകാർക്കുണ്ട്. ചെറിയ വെളുന്നല്ലൂർ ആയിരവല്ലിപ്പാറ പൊട്ടിക്കുന്നതിനെതിരെ പാറമാഫിയകൾക്കെതിരെ ഒരു വർഷത്തോളം സമരം ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ജനകീയ സമരത്തിന് മുന്നിൽ പാറമാഫിയകൾ മുട്ടുമടക്കിയ ചരിത്രവുമാണ് നമുക്ക് മുന്നിലുള്ളത്. തൊട്ടടുത്ത ചടയമംഗലം കല്ലുമല അപ്പൂപ്പൻകാവിന് സമീപത്തുള്ള പാറയും പൊട്ടിക്കുവാനുള്ള നീക്കം തകർത്ത് നടക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമര പരിപാടികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ചടയമംഗലത്ത് സ്റ്റേറ്റ് ഹൈവേക്ക് തൊട്ട് സമീപത്തായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ന് പറയുന്ന പാറ ഖനനം നടക്കുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.